ഇത്ര 73 വയസ്സായാലും അത്ഭുതപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ലേ മമ്മൂട്ടി? തീർച്ചയായും ആ ഗ്ലാമറും. തീർച്ചയായും. കാരണം ഞാൻ ഇടയ്ക്ക് എറണാകുളത്ത് ഏതോ ഒരു സെറ്റിൽ പോയപ്പോൾ അങ്ങനെ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അന്നേരം ബാദിഷ എന്നെ പരിചയപ്പെടുത്തി. ഇദ്ദേഹം ഷൺമോഹൻ്റെ അസിസ്റ്റൻ്റാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഒരു ഗൗരവം അത് പുള്ളിക്കുണ്ടെന്നല്ലാതെ വേറെ അദ്ദേഹത്തെ വേറൊന്നും നമുക്ക് പറയാനിട്ടില്ല. പിള്ളേർ വേറെ ഒന്നുമില്ല. അദ്ദേഹം ഇപ്പം നോക്കുമ്പോൾ യങ് ജനറേഷന് ഇത്തിരി ഇത് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നല്ല സബ്ജക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി അവർക്കൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അത് വളരെ സമ്മതിക്കണം. ഒരു കൺട്രോൾ എന്ന രീതിയിലേ രാജേട്ടനെ ശരിക്കും മമ്മൂക്കയുടെ സെറ്റാണ് കൂടുതൽ രസം മോഹൻലാലിൻ്റെ ആയിരിക്കും. എനിക്ക് കൂടുതലും മോഹൻലാലിൻ്റെ അതെന്താണെന്നുള്ള അറിയില്ല. രസങ്ങൾ വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ടൊക്കെ പോകാം, എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. മറ്റുള്ള പോലെ നമുക്ക് വലിയൊരു ഭയം ഉള്ളിലില്ല. ഇദ്ദേഹത്തിന് എന്താണ് പ്രതികരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഒന്നും പറയില്ലായിരിക്കാം. എന്നാലും നമ്മൾ ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചല്ലോ. മമ്മൂക്കയുടെ സെറ്റ് പൊതുവേ ശാന്തമായിരിക്കും അല്ലേ? മമ്മൂക്കയുടെ സെറ്റിൽ ശാന്തമായിരുന്നു. ഇപ്പം ഞാൻ സത്യേട്ടൻ്റെ പടത്താണ് മമ്മൂട്ടി, പിന്നെ ജോഷി സാറിൻ്റെ പടത്തിൽ 2 പടം എന്താണ് ചെയ്തത്. ബാക്കി എല്ലാം അദ്ദേഹത്തിൻ്റെ പടമാണ്. പക്ഷെ അവിടെയൊക്കെ വളരെ സൈലൻ്റാണ്. സത്യേട്ടന് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അന്ന് വിപിൻ മോഹൻ സാറായിരുന്നല്ലോ സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടത്. ആ സെറ്റൊക്കെ വളരെ മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ കോമൺ ക്വൈറ്റും ഡിസിപ്ലിനും ഉള്ളത് സത്യേട്ടൻ്റെ. കാരണം വേറെ ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ സെറ്റ് തന്നെ. സീരിയസ് ആണെങ്കിലും തമാശയാണെങ്കിലും പുള്ളി അത് ഒരു ലെവലിൽ നീങ്ങും. ഭൂമിയിൽ രാജകുമാർ വരുമ്പോഴത്തേക്ക് ശരിക്കും മോഹൻലാൽ സൂപ്പർ സ്റ്റാറിലേക്ക് വരികയാണ്. നല്ല കത്തി കയറുന്ന പ്രായം. ആ ഒരു സെറ്റൊക്കെ ഓർമ്മയുണ്ട്. അദ്ദേഹം ഇതുപോലെ സൂപ്പർ സ്റ്റാർ ആവുന്നൊക്കെ പ്രതീക്ഷയുണ്ടോ? സൂപ്പർ സ്റ്റാർ ആവുമോ എന്നുള്ളതിന് പ്രതീക്ഷയില്ലെങ്കിലും അന്ന് മുതൽ എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ പടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ പുള്ളി ഒറിജിനലായിട്ട് നമ്മുടെ ചിത്രാഞ്ജലിക്ക് ഉള്ളിലൊരു അമ്പലം ഇട്ടിരുന്ന സ്ഥലമുണ്ട്. ഇപ്പോഴാണ് അത് അമ്പലം. അവിടെ അന്ന് ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ബോംബ് പൊട്ടിക്കുന്നു, അതും ഇതൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഫൈറ്റ്. അതിനൊക്കെ അദ്ദേഹത്തെ ഞാൻ കാരണം വെച്ചാൽ പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോൾ ബോംബ് പൊട്ടുന്ന സമയത്തൊക്കെ നമുക്കൊരു ടെൻഷനാണല്ലോ. എന്ത് പിൻഗാമി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതുപോലെയാണ്. അതായത് അമ്പിളിച്ചേട്ടനും അദ്ദേഹം കൂടെയാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ആ ജീപ്പ് ഓടിച്ച് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു പുഴയാണ്. ഇന്ന് നമ്മളെ ഈ പുഴ പോലെ പാർവതി പുത്തനാറ് പോലത്തെ ഒരു പുഴയാണ്. അപ്പോൾ ഇതിൽ ജീപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൂപ്പാണ് ചെയ്തതെങ്കിലും മണൽച്ചാക്ക് കെട്ടി വെച്ചിട്ട് ഈ മണൽച്ചാക്ക് ഫ്രണ്ടിലോട്ട് വന്നു. ബാക്കിൽ ആൾ വെയിറ്റിന് വേണ്ടി കെട്ടിയതാണ്. പക്ഷെ ആ സമയത്തൊക്കെ വാസം പറഞ്ഞാൽ നമ്മളൊക്കെ അന്തം വിട്ടു. കാരണം ഈ ഫൈറ്റർ തട്ടിപ്പോവോ. പക്ഷെ എന്ത് ചെയ്യുക, ആ സമയത്തൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ധൈര്യമുണ്ട്. ഇങ്ങനെ തൊട്ടടുത്ത ആശുപത്രി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ലാൽ സാർ ഇല്ല. പക്ഷെ ലാൽ സാർ അടുത്ത ദിവസം അറിഞ്ഞപ്പോഴത്തേക്കേ അതിന് മാസ്റ്ററുടെ അടുത്തൊക്കെ അതിനെക്കുറിച്ച് വിശദീകരണം. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു ഇങ്ങനെയല്ല, ചാക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം, ചാക്ക് കെട്ടി വെച്ചിരുന്നത് മറിഞ്ഞുപോയ ഒറ്റ പ്രശ്നം കൊണ്ടാണ്. അമ്പിളിച്ചേട്ടനാണ് ഡൂപ്പാണ് ഈ ഫൈറ്റർ അന്ന് ചെയ്തത്. അമ്പിളിച്ചേട്ടനാണല്ലോ ഓടിക്കുന്നത്. ഇവർ ഡൂപ്പ് ഇടുന്നതൊക്കെ രാജൻ അറിയാലോ, മോഹൻലാലൊക്കെ അന്ന് ഡൂപ്പായിട്ടാണോ? അല്ല, ലാലേട്ടൻ മാക്സിമം ഇതായിട്ട് ഡൂപ്പില്ലാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. റിസ്കി സംഭവങ്ങൾ വരുമ്പോൾ തന്നെ പിന്നെ മാസ്റ്റർ പറയും ഇത് വേണ്ട എന്ന് പറയുമ്പോൾ. അല്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ചെയ്യുന്നത്. നമ്മുടെ പിൻഗാമിക്ക് തന്നെ നമ്മുടെ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് നിലമ്പൂർ. ഈ നിലമ്പൂർ ഫോറസ്റ്റിൽ നൈറ്റാണ് അന്ന് ഫൈറ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തെ നമ്മുടെ ശാന്തികൃഷ്ണനെ വേണം അന്ന് ആ സീനിൽ. അപ്പോൾ ശാന്തികൃഷ്ണൻ അന്ന് ഒറ്റപ്പാലത്തൊരു ഷൂട്ടിലാണ്. അപ്പോൾ ഞാൻ സെറ്റിൽ പോയി ശാന്തികൃഷ്ണനെ കൂട്ടി ഈ നിലമ്പൂർക്ക് വരുന്ന വഴിക്ക് വാസവമഞ്ഞ റോഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായി വേറെ ഒന്നുമില്ല, ആരോ എടുത്ത് കുറുകെ ചാടി. അത്രമാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു, വണ്ടിക്കാരനോട് പറഞ്ഞ് നിർത്തണ്ട, നിർത്തിക്കഴിഞ്ഞാൽ ഒന്നാമത് നാട്ടുകാരുടെയും നമുക്ക് തല്ല് കിട്ടും, അതിലുപരി ഒരു സ്ത്രീയും കൂടെയാണ്, അവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ എന്നും പറഞ്ഞ് നമ്മൾ അത് ധൃതി വെച്ച് വന്നു. പിന്നെ അതിനുശേഷം നേരെ പോയി ഞാൻ സുരേഷ് ബാലാജിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യാമെന്നൊക്കെ
ഇൻഫോം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിനാണ് തിരിച്ച് നിലമ്പൂർ വനത്തിയത്. അതുവരെ വന്നില്ല. പിന്നെ അതിന് ശേഷം എന്തോ ആ ഡ്രൈവർക്ക് എന്തോ ഒരു പോലീസിൽ നിന്നൊരു ലെറ്റർ എന്തോ വന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇഷ്ടംപോലെ അനുഭവങ്ങളുള്ള പടങ്ങളുണ്ട്. കാരണം ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ വരുമ്പം പക്ഷെ നമുക്ക് കൂടുതലും ഡൂപ്പ് ആയിട്ട് തന്നെ സോങ് എടുത്താലും വാസം പറഞ്ഞാൽ എനിക്ക് മോഹൻലാലിൻ്റെ സോങ്ങാണ് എനിക്കിഷ്ടം. കാരണം വേറെ ഒന്നുമല്ല, പുള്ളി സ്റ്റെപ്പുകൾ മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം മാസ്റ്റർമാരെ അധികം ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, പുള്ളിക്ക് അധികം മെയ്വഴക്കം സോങ്ങിൻ്റെ അല്ല, ഫൈറ്റിൻ്റെ ഒക്കെ കഴിവത് ക്ലോസ് മാത്രം കഴിവ്. ഈ ജോർജ് സാറിന്റെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവര് തമ്മിൽ നല്ല കെമിസ്ട്രി ആയിരുന്നു, ജോർജ് സാറും. വളരെ ഇതായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ പടങ്ങളിലൂടെയാണല്ലോ അദ്ദേഹവും ജോർജ് സാറിൻ്റെ പടത്തിലൂടെയാണല്ലോ നമുക്ക് കൂടുതലും അറിയപ്പെടുന്നത്. സാറിൻ്റെ പടത്തിലും ഉണ്ട്, ഇല്ലെന്നില്ല, എന്നാലും